ബെൻസൺ ബാബു കോഴിക്കോട് നിന്ന് തുടരുന്നുണ്ട്. ബെൻസൺ, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ചാണെങ്കിൽ ഈ ഡോക്ടറെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത് മനസ്സിലാക്കുന്നു. ബെൻസൺ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ടോ ഡോക്ടറെ? എന്താണ് ഇപ്പോഴത്തെ ഒരു ആരോഗ്യനില സംബന്ധിച്ചുള്ള വിവരങ്ങൾ? താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഈ ആക്രമണത്തിനിരയായിട്ടുള്ള ഡോക്ടറെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കുക. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടേക്ക് എത്തിച്ചേരും. ഞാനിപ്പോൾ ഈ ആശുപത്രിയിലാണ് ഉള്ളത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഡോക്ടറെ ഇവിടേക്ക് എത്തിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം ഈ അക്രമി എത്തിയത് 2 മക്കളുമൊത്താണ് എത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കുട്ടികളെ പുറത്ത് നിർത്തിയതിന് ശേഷം ഇദ്ദേഹം സൂപ്രണ്ടിന്റെ റൂമിലേക്ക് കയറി പോവുകയും അവിടെ ആക്രമണം നടത്തുകയുമായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആക്രമി എത്തിയത്, സനൂപ് എത്തിയത് സൂപ്രണ്ടിനെ ആക്രമിക്കാൻ തന്നെ ആയിരുന്നു എന്നത് തന്നെ വേണം നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ. നേരെ സൂപ്രണ്ടിന്റെ റൂമിലേക്ക് എത്തുകയും സൂപ്രണ്ടാണ് എന്ന് കരുതി ഇപ്പോൾ ആക്രമണത്തിനിരയായിട്ടുള്ള വിപിനെ ആക്രമിക്കുകയുമായിരുന്നു. കയ്യിൽ കൊടുവാളുണ്ടായിരുന്നു. ആ വാളുമേന്തി നേരെ സൂപ്രണ്ടിന്റെ റൂമിനകത്തേക്ക് എത്തുന്നു. അപ്പോൾ അവിടെ ഈ ആക്രമണത്തിനിരയായിട്ടുള്ള ഡോക്ടർ മറ്റ് 2 രോഗികളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ തൻ്റെ മകളെ കൊന്നത് നിങ്ങളല്ലേടാ എന്ന് ആക്രോശിച്ചുകൊണ്ടായിരുന്നു ഇയാൾ ഈ ഡോക്ടറെ ആക്രമിച്ചത്. തലയ്ക്കായിരുന്നു വെട്ടേറ്റിട്ടുണ്ടായിരുന്നത്. ഈ വെട്ടേൽക്കുമ്പോൾ തന്നെ ഡോക്ടറും കൈകൊണ്ട് ഈ വാള് തടയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇല്ലായിരുന്നെങ്കിൽ ആഴത്തിൽ തന്നെ മുറിവുണ്ടാകുമായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന മറ്റാളുകളും ആശുപത്രിയിലെ മറ്റ് സെക്യൂരിറ്റി ജീവനക്കാരെല്ലാവരും ചേർന്ന് ഈ അക്രമിയെ ഹോസ്പിറ്റലിന് പുറത്തേക്ക് എത്തിക്കുകയും ഉടൻ തന്നെ പോലീസ് എത്തുകയും അക്രമിയെ കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 9 വയസ്സുകാരിയായിട്ടുള്ള മകൾ മരിച്ചതിലുള്ള വിഷമം, അല്ലെങ്കിൽ അത് ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ചികിത്സാ പിഴവാണ് ഇത്തരത്തിൽ മകൾ മരിക്കാൻ കാരണം എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് കടന്നത്. ഈ ആക്രമണം സൂചിപ്പിച്ചതുപോലെ തന്നെ സൂപ്രണ്ടിനെ ലക്ഷ്യം വെച്ചായിരുന്നു ഈ അക്രമി അവിടേക്ക് എത്തുകയും മുൻകൂട്ടി തീരുമാനിച്ചുകൊണ്ട് തന്നെ അവിടേക്ക് എത്തിയെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കയ്യിൽ വാളുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ 3 മക്കളാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അതിലൊരു കുട്ടിയാണ്, 9 വയസ്സുകാരിയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചത്. മറ്റ് 2 മക്കളും ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങളോട് ചികിത്സയിലുണ്ടായിരുന്ന കുട്ടികളാണ്. ആ കുട്ടികളെയും കൂട്ടിയായിരുന്നു ഇദ്ദേഹം ആശുപത്രിയിലേക്ക് എത്തുകയും കുട്ടികളെ പുറത്ത് നിർത്തി സൂപ്രണ്ടിന്റെ റൂമിലേക്ക് അകത്തേക്ക് കയറുകയും അക്രമം നടത്തുകയും ചെയ്യുന്നത്. ഈ ഡോക്ടറുടെ തലയ്ക്കാണ് വെട്ടേറ്റിട്ടുള്ളത്. എന്നാൽ അതിസാരമായിട്ടുള്ള പരിക്കുകളല്ല എന്ന് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കുന്നു. പ്രാഥമിക ചികിത്സ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ തന്നെ നൽകുകയും തുടർന്ന് കോഴിക്കോട്ടെ ഈ സ്വകാര്യ ആശുപത്രിയിലേക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ ഡോക്ടറെ എത്തിക്കുകയും ചെയ്യും. സൂചിപ്പിച്ചതുപോലെ തന്നെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മകൾ മരിച്ചു. അതിന്റെ കാരണം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള കൃത്യവിലോപമാണ്, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നും രോഗം നിർണ്ണയിക്കാൻ സാധിക്കാൻ കഴിയാതെ പോയതാണ് മകൾ മരിക്കാൻ കാരണമെന്ന് ആരോപിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലൊരു ആക്രമണം ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും എന്തെങ്കിലും സൂചനകൾ വരുന്നുണ്ടോ? ഉടൻ തന്നെ പോലീസിന് അങ്ങോട്ടേക്ക് എത്താൻ സാധിച്ചിരുന്നു? എത്ര സമയത്തിനുള്ളിൽ പോലീസിന് അവിടെ എത്താനും ഈ പ്രതിയെ പിടികൂടാനും ഒക്കെ സാധിച്ചു? അതിൽ ഈ ഒപ്പമുണ്ടായിരുന്നവർ, അതായത് പിടിച്ചു മാറ്റാൻ എത്തിയവർ, രോഗികളടക്കമുള്ള അവിടെ ആശുപത്രിയിൽ എത്തിയവർ, അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരൊക്കെ ഈ വിഷയത്തിൽ എന്താണ് പറയുന്നത്? ഉടൻ തന്നെ ഇയാൾ വളരെ പ്രകോപിതനായിട്ട് തന്നെ തുടരുകയൊക്കെ ആയിരുന്നു. എന്താണ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയ ശേഷമുള്ള വിവരങ്ങൾ എന്തെങ്കിലും പുറത്തേക്കെത്തുന്നുണ്ടോ? സംഗീത, താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ സമീപത്ത് തന്നെയാണ്, തൊട്ടടുത്ത് തന്നെയാണ് താമരശ്ശേരി പോലീസ് സ്റ്റേഷനും ഉള്ളത്. അപ്പോൾ ആശുപത്രിയിൽ ആ സമയത്ത് സെക്യൂരിറ്റി ജീവനക്കാരുണ്ടായിരുന്നു. മറ്റ് ആശുപത്രിയിലെത്തിയ രോഗികളും അവരുടെ കൂട്ടിരിപ്പുകാരും ഉണ്ടായിരുന്നു. ഈ ആക്രമണം നടക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സൂപ്രണ്ടിന് റൂമിനകത്ത് വെച്ചാണ് ഇത്തരത്തിലൊരു ആക്രമണം നടന്നത്. അപ്പോൾ ആക്രമണം നടക്കുമ്പോൾ ആദ്യം ഈ ഡോക്ടർ തന്നെ വാള് കൈകൊണ്ട് പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അധികം ആഴത്തിൽ മുറിവ് ഏൽക്കാത്തത് എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ ആ സമീപത്തുണ്ടായിരുന്ന മറ്റ് രോഗികൾ അവരുൾപ്പെടെ ഈ ഡോക്ടറെ ഈ അക്രമിയെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അവിടെ എത്തിയ സെക്യൂരിറ്റി ജീവനക്കാരും ഈ അക്രമിയെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു. തുടർന്ന് ഈ വാൾ ഉൾപ്പെടെ ഇവർ കൈക്കലാക്കുകയും മാറ്റിവെക്കുകയും ചെയ്തുകൊണ്ടാണ് കൂടുതൽ ആക്രമണങ്ങളിലേക്ക് പോകാൻ സാധിക്കാതിരുന്നത്. അതിനുശേഷം ഉടൻ തന്നെ ഏകദേശം 5 മിനിറ്റിനുള്ളിൽ തന്നെ, ആക്രമണം നടന്ന 5 മിനിറ്റിനുള്ളിൽ തന്നെ പോലീസ് അവിടേക്ക് എത്തുകയും അക്രമിയെ കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നു. സൂചിപ്പിച്ചതുപോലെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഇദ്ദേഹത്തിന്റെ ഒരു മൊഴി, ഏത് നിലയിലാണ്, എന്താണ് ആക്രമണത്തിന്റെ കാരണം എന്നുള്ളതിനെ പറ്റി ഒരു വ്യക്തമായിട്ടുള്ള മൊഴി ഇയാൾ പോലീസിന് നൽകിയത് എന്താണ് എന്നതിലൊരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല. പക്ഷേ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ അത് ദൃക്സാക്ഷികൾ പറഞ്ഞിട്ടുള്ള വിവരങ്ങളാണ്. അതായത് ഇദ്ദേഹം ആക്രോശിച്ചുകൊണ്ടാണ് ആശുപത്രിക്കകത്തേക്ക് സൂപ്രണ്ടിന്റെ മുറിയിലേക്ക് എത്തുന്നത്. തൻ്റെ മകളെ കൊന്നത് നിങ്ങളല്ലേ എന്ന് ആക്രോശിച്ചുകൊണ്ടാണ് ആശുപത്രിക്ക് അകത്തേക്ക്, സൂപ്രണ്ടിന്റെ മുറിക്കകത്തേക്ക് എത്തുന്നതും ആക്രമണം നടത്തുകയും ചെയ്യുന്നത്. അങ്ങനെ
അവിടെ വെച്ച് തന്നെ ഇവർ മറ്റാളുകൾ ഉടനെ അക്രമിയെ കീഴ്പ്പെടുത്തുകയും പുറത്തേക്ക് കൊണ്ടുപോവുകയുമായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 മക്കളുമായാണ് ഇയാൾ അവിടേക്ക് എത്തിയത് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ ആ മക്കളെ ഉൾപ്പെടെ മറ്റാളുകൾ കൂട്ടത്തിലുണ്ടായിരുന്നു എന്നതിലെല്ലാം തന്നെ ഒരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. പക്ഷേ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം, അല്ലെങ്കിൽ പൂർണ്ണമായും മനസ്സിലാക്കാവുന്ന കാര്യം ഇതാണ്: സൂപ്രണ്ടിനെ ലക്ഷ്യം വെച്ച് തന്നെയാണ് ഈ അക്രമി എത്തിയത്. സൂപ്രണ്ടാണ് എന്ന് കരുതിയാണ് നിലവിൽ വെട്ടേറ്റിട്ടുള്ള ഡോക്ടറെ ഈ അക്രമി ആക്രമിക്കുന്നത് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. സൂപ്രണ്ട് ആ സമയത്ത് മറ്റ് രോഗികളുമായി ചികിത്സയുമായി ബന്ധപ്പെട്ട ചർച്ചയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഓൺ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഡോക്ടറായിരുന്നു ഈ സൂപ്രണ്ടിന്റെ മുറിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ സൂപ്രണ്ടാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ഇയാളെ ആക്രമിക്കുന്നത്. അത്തരത്തിൽ സൂപ്രണ്ടാണോ അല്ലെങ്കിൽ ആരാണ് എന്നൊന്നും ചോദിച്ചിരുന്നില്ല. നേരെ വരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തൻ്റെ മക്കളെ അല്ലെങ്കിൽ തൻ്റെ മകളുടെ മരണത്തിന് കാരണം നിങ്ങളല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഈ ഡോക്ടറെ ആക്രമിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഡോക്ടർ നേരത്തെ നമ്മുടെ റിപ്പോർട്ടർ ദിൽഷ സൂചിപ്പിച്ചതുപോലെ അധികം കാലമായിട്ടില്ല താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടറായി സേവനം അനുഷ്ഠിക്കാൻ തുടങ്ങിയിട്ടും. അതോടൊപ്പം തന്നെ ഡോക്ടർക്ക് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച രോഗിയെ നേരിട്ട് ചികിത്സയിലും ഉണ്ടായിരുന്ന ആളല്ല. ദൃശ്യങ്ങളാണോ കാണുന്നത്? ഡോക്ടറെ അങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണോ? ആശുപത്രിയിൽ നിന്നുള്ള ആംബുലൻസ് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഡോക്ടറെ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഡോക്ടറുടെ തലയിലാണ് പരിക്കേറ്റിട്ടുള്ളത്. തല കിട്ടിയ അവസ്ഥയിലാണുള്ളത്. അതിഗുരുതരമായിട്ടുള്ള സാഹചര്യമല്ല എന്ന് തന്നെ വേണം നമുക്ക് പ്രാഥമിക കാഴ്ചയിൽ മനസ്സിലാക്കാൻ. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വാൾ ഉപയോഗിച്ച് വെട്ടുകയായിരുന്നു. ആ വെട്ടുമ്പോൾ ഡോക്ടറും അതോടൊപ്പം തന്നെ മറ്റ് സമീപത്തുണ്ടായിരുന്ന ആളുകളും ഈ അക്രമിയെ തടയാൻ ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മുറിവിൻ്റെ ആഴം അത്തരത്തിൽ ആഴത്തിൽ വെട്ടേൽക്കാനുള്ള സാധ്യത ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഡോക്ടർ തന്നെ പിടിച്ചതുകൊണ്ടാണ് ഈ വലിയ രീതിയിൽ മുറിവേൽക്കാതെ നിന്നത് എന്നും ദൃക്സാക്ഷികൾ പറയുന്നത് നമ്മൾ കേട്ടു. അങ്ങനെ ആ ഡോക്ടറെയാണ് ഇപ്പോൾ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൂടുതൽ ചികിത്സയുടെ ഭാഗമായി എത്തിച്ചിട്ടുള്ളത്. മകൾ മരിച്ചതിന്റെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മകൾ മരിച്ചതിന്റെ വേദനയിൽ അല്ലെങ്കിൽ ആ ഒരു ഡോക്ടർക്ക് ഒരുപാട് അധികം പ്രഥമ ദൃഷ്ടിയാൽ ഒരുപാട് അധികം അളവിൽ മുറിവില്ല എന്ന് മനസ്സിലാക്കുന്നു. കോൺഷ്യസ് ആണെന്ന് മനസ്സിലാക്കുന്നു അല്ലേ? അതെ, സംഗീത സൂചിപ്പിച്ചതുപോലെ തന്നെ ഡോക്ടർക്ക് കാഴ്ചയിൽ കാര്യമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള പരിക്കുകളില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. തലയിലാണ് വെട്ടേറ്റിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡോക്ടർ തന്നെ കൈകൊണ്ട് തടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അല്ലാത്ത പക്ഷം വലിയ ആഴത്തിലുള്ള മുറിവ് സംഭവിക്കുമായിരുന്നു എന്നാണ് ആ സമയത്ത് ആക്രമണം നടക്കുമ്പോൾ ഈ സൂപ്രണ്ടിൻ്റെ റൂമിലുണ്ടായിരുന്ന മറ്റ് ദൃക്സാക്ഷികളായിട്ടുള്ള ആളുകൾ പറഞ്ഞത്. അത് ഡോക്ടർ തന്നെ നേരിട്ട് ഈ ആക്രമണം ചെറുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ അപകടത്തിലേക്ക് പോയില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. നിലവിൽ ഡോക്ടർ കോൺഷ്യസ് ആണ്. ഗുരുതരമായിട്ടുള്ള സാഹചര്യമല്ല. കൂടുതൽ ചികിത്സ അദ്ദേഹത്തിന് നൽകാനുള്ള ശ്രമത്തിലാണുള്ളത്. പ്രാഥമിക ചികിത്സ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ വെച്ച് നൽകി. നിലവിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആക്രമണം നടത്തിയ ആളെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ലഭ്യമാകേണ്ടതുണ്ട്. പക്ഷേ തൻ്റെ മകളെ കൊന്നത് നിങ്ങളാണ് എന്ന് ആക്രോശിച്ചുകൊണ്ടായിരുന്നു അക്രമം നടത്തിയത്.